വന്നത് ഗുരുവായൂരപ്പനാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ അതൊരിക്കലും ഇന്നത്തെ സമൂഹം ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയില്ല. നമ്മുടെ അനുഭവങ്ങൾ എപ്പോഴും നമ്മുടെ മാത്രം അനുഭവങ്ങളാണ്. അത് പലരും കമന്റ്സ് താഴെ വരും, മോളെ അത് വന്നത് ഗുരുവായൂരപ്പനാണ്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമന്റ്സ് ഒക്കെ കാണും. പക്ഷെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാനത് ഈ ചാനലിലാണ് ഞാൻ പറയുന്നത്. മഹാഗുരുശരണം. ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമഃ. എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ എമ്പ്രാന്തിരി തിരുവേനി പറയാറുണ്ട്, ഒരു നിശ്ചയമില്ലൊന്നിനും, വരും ഓരോരോ ദശ വന്ന പോലെ പോകുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഭഗവാൻ ഓൺലൈനിൽ ശ്രീനിവാസപ്പ ഇരിക്കുന്നത് ഒരു പുതിയ നിയോഗവുമായിട്ടാണ്. അത് ഞാനിപ്പോൾ കുറച്ച് സംശയങ്ങൾ ചോദിക്കാൻ പോകുന്നത് ശ്രീമതി ഗായത്രി സുനിൽ എന്ന് പറയുന്ന ഒരു ഈശ്വര ചൈതന്യത്തിനോടാണ്. നമസ്കാരം ഗായത്രി. നമസ്കാരം സർ. അപ്പോൾ ഗായത്രി ഫേമസ് ആയിരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ അനുഭവം പറഞ്ഞിട്ടാണ്. കംസൻ കൃഷ്ണനെ കാണുന്നതിന് മുമ്പ് കണ്ട ഒരു വ്യക്തിത്വമുണ്ട്. ആരാണെന്നറിയാം? കംസനെ മര്യാദ ആകാനായിട്ട് പഠിപ്പിച്ച മായ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗായത്രിയുടെ ജീവിതത്തിൽ ഈ ഗുരുവായൂരപ്പനെ കാണുന്നത് വരെ ഗായത്രി മായാബന്ധനത്തിലായിരുന്നു എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ആ മായാബന്ധനത്തിലാണെന്ന് അറിഞ്ഞതിന് ശേഷമാണോ ദേവിയെ തിരിച്ചറിഞ്ഞത്? അതെ സർ. അതെ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇതൊരു പക്ഷേ ഇതുവരെയും പറയാത്തതും ഒരു സസ്പെൻസ് ആണ്. ഞാൻ എന്താണ് ചോദിക്കാൻ പോണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇവിടെ വെച്ച് തോന്നിയതാണ്. ഫസ്റ്റ് നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയാണ്, സാറിനോട് നന്ദി പറയാണ്. അതേപോലെ ഇതിന് നിയോഗവും നിമിത്തവുമായിട്ടുള്ള എല്ലാവരോടും, എല്ലാ ആത്മചൈതന്യങ്ങളോടും, ഗുരുവായൂരപ്പനോടും ഒക്കെ നന്ദി പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ എന്താ പറയുക, നമ്മൾ ജീവിതത്തിൻ്റെ ഒരു വല്ലാത്തൊരു കയത്തിൽ അകപ്പെട്ട സമയത്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്നത്. അവിടെ നിന്നിട്ടാണ് ഭഗവാൻ എനിക്ക് ഗുരുവായിട്ട് ഭഗവാന്റെ സാന്നിധ്യം ജീവിതത്തിലേക്ക് അനുഭവിക്കാനുള്ളൊരു യോഗം ലഭിച്ചതും. അതുവഴി ഭഗവാൻ ഗുരുവായിട്ട് ഗുരുസ്ഥാനത്ത് നിന്ന് ഭഗവാനാണ് എന്നെ ഭഗവതിയിലേക്ക് നയിക്കുന്നത്. അതിനുശേഷമാണ് ഒരു ദേവി ഉപാസക അല്ലാതിരുന്നിട്ട് പോലും ഞാൻ ആ സത്യം തിരിച്ചറിയുന്നത്. കാരണം ശക്തി എന്നുള്ള ഒരു ഇതുണ്ട്. ആ ശക്തിയെ തിരിച്ചറിയണം എന്നുള്ളത്. ഭഗവാനും പൂർണ്ണനാകുന്നത് ആ ശക്തിയോടുകൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ്. അതേപോലെ തന്നെയാണ് മനുഷ്യരും. നമ്മൾ മനുഷ്യരെപ്പോഴും ഭഗവാൻ ഉപാസന ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ശക്തി ചൈതന്യത്തെ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെന്നും ആ ശക്തിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നുള്ളതും മനസ്സിലാക്കി തന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. സാർ, ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ നമ്മൾ ശരിക്കും അൺപ്ലാൻഡ് ആണ്. എനിക്ക് പോലും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലൈറ്റായിട്ട് ഞാനൊന്ന് ഷിവർ ചെയ്യുന്നുണ്ട്. കാരണം ഇത് വളരെ കോയിൻസിഡൻസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ ഈ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞത്. ഇതെന്തിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണില്ല. ഭഗവാന്റെ നിയോഗത്താൽ എങ്ങോട്ടോ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും എല്ലാവരോടും നന്ദി പറയാണ്. എനിക്ക് സന്തോഷം. ഞാൻ നന്ദി പറയുന്നത് ശ്രീ അർജുൻ സാറിനോടാണ്. തീർച്ചയായും. ഇപ്പോൾ അവിചാരിതമായിട്ട് ഇവിടെ വെച്ച് ഗായത്രിയെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് എനിക്ക് ഗായത്രിയെ ഇൻ്റർവ്യൂ ചെയ്യണം. പിന്നെ ഗായത്രിയും ചോദിച്ചു എന്നെ എന്ത് ഇൻ്റർവ്യൂ ചെയ്യാനാണെന്ന് ചോദിച്ചു. ചില നിയോഗങ്ങളുണ്ട് ഗായത്രി. നമ്മൾ ജീവിതത്തിലൂടെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ പോവും, നമ്മൾ തിരിച്ചറിയും. ഒരു പക്ഷേ ആ ബാക്കി വെച്ച് കണ്ടിട്ടുണ്ട്. പേഴ്സണലി എന്നെ ഗായത്രി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫ്ലോറായിരിക്കും അതിനുവേണ്ടി യൂണിവേഴ്സ് തിരഞ്ഞെടുത്തത്. ഇതിൻ്റെ പേര് ഭഗവാനിലെ ഭഗവായുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനു മുമ്പ് ഇരുന്ന ശ്രീമതി ദൃശ്യയുടെ കൂടെ ഇരുന്നതിന് ശേഷം പുറത്തു വന്നപ്പോഴാണ് ഒരു ചോദ്യം വന്നു, മൂലാധാരത്തിൻ്റെ ദേവതയാരാണ്? ഗണപതി എന്നാണ് പറയപ്പെടുന്നത്, എൻ്റെ ഗുരു പറഞ്ഞത്. അപ്പോഴാണ് ഒരു സ്പാർക്ക് വന്നത്, എന്തുകൊണ്ട് ഗായത്രിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചുകൂടാ. ഓക്കെ, ഇതിൽ ഇപ്പോൾ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് ഗായത്രിക്ക് കുറേ അറിയാം. കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ പോകുന്നതെന്നറിയാം. അതുപോലെ ഗായത്രിയുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം, കംസൻ്റെ സദസ്സിൽ ശിശുപാലൻ എപ്പോഴും കംസനെ ആക്ഷേപിച്ചിരുന്നു. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, എന്ത് ആക്ഷേപിച്ചിട്ട് എന്തുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, അവനെ അതിനുള്ള ശിക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ കൃഷ്ണൻ പറയുന്നത്, കൃഷ്ണനെ ആക്ഷേപിച്ചത് കൃഷ്ണൻ പറയുന്നത് ഞാൻ ഇത്രയും 101 108 തവണ കേൾക്കും, അത് കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കുന്ന. ഒരു ഘട്ടത്തിൽ
ഒരു സാധാരണ മനുഷ്യൻ ചെയ്യാത്ത രീതിയിൽ കൃഷ്ണനെ ആക്ഷേപിക്കാൻ ധൈര്യം കാണിച്ച ഒരു ബാലിക എന്ന് പറയാൻ പറ്റുകയില്ല, ഈ യൗവനം ഉണ്ടായിരുന്നു ഗായത്രി അല്ലേ? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആ നടയെ പോയിട്ട് പോലും അല്ലേ, അതിനെക്കുറിച്ച് എന്താ ഇപ്പൊ നോക്കുമ്പോൾ അന്ന് പറഞ്ഞതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആദ്യം ഞാൻ ഇങ്ങനെ ഇരിക്കാനൊരു യോഗ്യത എന്ന് പറയുന്നത്, ഇപ്പൊ സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, ഗായത്രീനെ ഇന്റർവ്യൂ ചെയ്യണം എന്നുള്ളത്. എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ അറിയില്ല. എനിക്കറിയില്ല. എന്തായാലും നന്ദി പറയാണ് സാറിനോട്. അതേപോലെ ഞാനൊരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അത്യാവശ്യം അറിവുള്ള പ്രായമാണ് സാർ. പക്ഷെ എന്നാലും നമ്മൾ ജനിച്ചു വന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മദോഷങ്ങളോ കൊണ്ടിട്ട് ആ സാറ് പറഞ്ഞ ഒരു മായയാൽ മൂടപ്പെട്ട മനസ്സായിരുന്നു. കാരണം അധികം ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഒരു സ്വഭാവ കാര്യമൊന്നുമല്ല. പക്ഷെ കുഞ്ഞിലേ തൊട്ടിട്ട് ഒരു ഈശ്വരഭക്തി എന്നുള്ളത് എൻ്റെ ഇൻബിൽഡായിട്ട് എൻ്റെ സ്വഭാവത്തിലാണെങ്കിലും എല്ലാം അതങ്ങനെ തന്നെയുണ്ട്. പക്ഷെ എന്നാലും ചില കാര്യങ്ങളോട് പറഞ്ഞു തരാൻ ആളില്ലാത്തതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പക്വത ഇല്ലായ്മയായിരിക്കാം. ഈ അന്നൊക്കെ ഒരു ട്രെൻഡ് ഉണ്ട്, എല്ലാവരും എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് പല സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരികളൊക്കെ പറയും. എന്താണതെന്ന് ശരിക്കും അറിവില്ലാണ്ട് അവർ പറയുന്നത് കൊണ്ടിട്ടാണോ എനിക്ക് എന്നെ ചൊടിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ദേഷ്യവും പുച്ഛവും തോന്നും. സത്യം, ഞാൻ വാക്ക് യൂസ് ചെയ്യുന്നത് പുച്ഛം എന്ന് തന്നെയാണ്. കാരണം ഞാൻ അങ്ങനെ ആയിരുന്നു, എനിക്കത് തോന്നും. ഇങ്ങനെ ഇവർ ഈ കാണിക്കുന്ന ഈ ചേഷ്ടകൾ എനിക്കത് വല്ലാത്തൊരു അമർഷം, എന്താ പറയുക, വല്ലാത്തൊരു ദേഷ്യവും ഒക്കെ എൻ്റെ ഉള്ളിൽ ജനിപ്പിച്ചു. പക്ഷെ ആ ദേഷ്യം പൊതുവെ ഞാൻ കാണിക്കേണ്ട, അതാ ഞാൻ പറഞ്ഞു ഇമ്മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അത് കാണിച്ചിരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭക്തിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഓ കൃഷ്ണനോ, എന്തിനാ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിക്കുന്നത്, എന്തിനാ, ഇതൊക്കെ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ടാണോ, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. പുച്ഛിച്ചിട്ടുണ്ട്. അതേപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാനൊരു അവസരം വന്ന സമയത്തും എൻ്റെ കസിൻസ് ദൂരെയുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയും എപ്പോഴും ഇത് തന്നെയാണ്, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ആ കുട്ടീനെ പുച്ഛിക്കും. ഇങ്ങനെ പുച്ഛം നമ്മുടെ ബേസിക് ഒരു ഭാവമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പം ഞാൻ ചെല്ലുന്നത് ഇവരുടെ കൂടെ, എനിക്കൊരു ട്രിപ്പാണല്ലോ, ജോളി ട്രിപ്പ്. അപ്പം അങ്ങനെ പോവാണ്. പോയി കറക്റ്റ് ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകൾക്ക് എസ്പെഷ്യലി റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പീരിയഡ്സിൻ്റെ ഡേറ്റ് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടിട്ടൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിത്തിരിക്കുക. പക്ഷേ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഒരു ആഴ്ച നേരത്തെയോ അല്ലെങ്കിൽ ഒരു 5-6 ദിവസം മുന്നേ ഒക്കെ നമുക്ക് ചിലപ്പം സംഭവിക്കാം. അത് ആ കുട്ടിക്കും അതേപോലെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് സംഭവിച്ചു. അപ്പം തന്നെ ആ കുട്ടിയും അമ്മയൊക്കെ ക്യൂ വിട്ട് ഇറങ്ങാണ്. അപ്പോഴും ഞാൻ പുച്ഛിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭക്ത, ഇയാളുടെ വലിയ ഭക്തിയായിട്ട് ഇതാ ഭക്ത വെളിയിൽ നിൽക്കണു, ഒരു ഭക്തി ഇല്ലാത്ത ഞാൻ അകത്തേക്ക് കയറി ഭഗവാനെ കാണാൻ പോവാണ്. ഇതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇത് കേട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ എന്നോട് വളരെ നീരസം തോന്നാം, പക്ഷെ എൻ്റെ ഭാവം അതായിരുന്നു. ഞാനത് അഡ്മയർ ചെയ്യുന്നു. നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് അകത്തേക്ക് പോകണു. ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂരപ്പനെ കാണുകയാണ്. അപ്പം ഞാൻ പറയണു, ഇതാണല്ലേ അപ്പം എല്ലാവരും വിളിക്കണ ഗുരുവായൂരപ്പൻ, കൊള്ളാലോ, അമ്പലമൊക്കെ കൊള്ളാലോ. ഇങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എല്ലാം ഞാൻ ആ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നു, ഞാൻ ഭഗവാനെ നോക്കണു, കേശാദിപാദമൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഗുരുവായൂരപ്പൻ, അത്രയേ ഉള്ളൂ, എനിക്ക് അത്രയേ ഉള്ളൂ ഗുരുവായൂരപ്പൻ. അവിടെ നിന്ന് ഇറങ്ങണു. ഞാൻ എന്താണോ നിന്ദിച്ചത്, സാർ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ആ നിന്ദിച്ച വാഗൊണ്ടിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഭഗവാനെ കുറിച്ച് പറയുന്നത്. അതെൻ്റെ ഒരു ജന്മനിയോഗമാണ്. ആ തിരിച്ചറിവ് കിട്ടിയത് ഭഗവാൻ ഗുരു സ്ഥാനത്ത് നിന്നിട്ട് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കൊണ്ടിട്ടാണ്. നമുക്ക് അതൊരു നിയോഗമാണ്. സത്യമല്ലേ സാർ? ഞാൻ പുച്ഛിച്ച എൻ്റെ വാഗൊണ്ടിട്ട് തന്നെ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു ഞാൻ ഭഗവാനെ കുറിച്ച് പറയുകയാണ്. അതാണ് ആ ഒരു ജന്മനിയോഗം എന്ന് പറയുന്നത്. അതിൽ വേറൊരു കാര്യമുണ്ട്. ഗായത്രിയെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ആ കുട്ടിക്ക് അന്ന് ദർശനം കൊടുക്കാണ്ട് ഭഗവാൻ തിരിച്ചയച്ചത്. അതെ. ഒരു പക്ഷേ ഗായത്രിക്കാണ് ആ സമയത്ത് പീരീഡ്സ് ആകുന്നതെങ്കിൽ ആസ് യൂഷ്വൽ പീരീഡ്സ് ആയി, ഇതായി, എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് പോയാനെ. പക്ഷേ അവിടെ പോവുകയും ഭക്തയെ ഭഗവാൻ കൈവിട്ടെന്നും ഞാൻ എന്തൊക്കെയോ ആയി എന്ന ഭാവത്തിലേക്ക് കയറ്റും. മനസ്സിലായ മാളിക മുളകളേറിയ മന്നന്റെ എന്ന് പറയുന്നുണ്ട്. എന്തോ ഭാവത്തിലേക്ക് കയറ്റും. എന്തോ ഒരു കിരീടം ചൂടിയ പോലെ ഭാവത്തിലാണ് കൃഷ്ണ, കണ്ട ആ ഭാവത്തിൽ പോയി നടയെ നിന്നത്. ശരിയല്ലേ? അത് ആ കുട്ടി ഇപ്പൊ ഇതായിട്ടുണ്ടെങ്കിൽ അന്നായിട്ടുണ്ടെങ്കിൽ ഗായത്രി കൃഷ്ണനിലേക്ക് എത്താനായിട്ട് ഭഗവാൻ കാണിച്ച ഒരു ഗിമ്മിക്കാണത്. അതെ, തീർച്ചയായിട്ടും ഞാനിന്നത് തിരിച്ചറിയണു സാർ. കാരണം എന്താന്ന് വെച്ചാൽ
അന്ന് സാറ് പറഞ്ഞതുപോലെ ഇപ്പം ഞാനാണ് പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ വന്ന് എനിക്ക് ആ ഒരു തിരിച്ചറിവൊന്നും ഉണ്ടാവത്തില്ല. ഞാൻ വന്നു വിചാരിച്ചാൽ ഞാൻ തിരിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ മനസ്സിൽ. പക്ഷെ അതിന് പകരം അത് ചെയ്തപ്പോൾ അതൊരു വെല്ലുവിളിയുടെ ഒരു രൂപത്തിലേക്ക് എൻ്റെ മനസ്സിലേക്ക് മാറി. ഭക്തത വെളിയും അപ്പം എന്താ ഭക്തി സത്യത്തിൽ? അപ്പം ഇവിടം വരെ വന്നു ആ കുട്ടിക്ക് ഇനിയും ഡേറ്റ്സ് ഉണ്ട്, പക്ഷെ കറക്റ്റ് ഇവിടെ തന്നെ വന്നപ്പോൾ ഭക്തനെ ചവിട്ടി പുറത്തേക്ക് കളഞ്ഞില്ലേ, ഞാൻ എന്തിനാ ഇവിടെ വന്നേ എന്നൊക്കെ ഉള്ളൊരു ചിന്ത. കാരണം എനിക്ക് കണ്ടാലും കണ്ടില്ലെങ്കിലും ഒക്കെ എല്ലാം ഒരേപോലെയാണ് എന്നുള്ളതാണ്. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല. എന്നിൽ ആ ഒരു ഭക്തി എന്ന് പറയുന്നത്, ഞാനായിട്ട് ഭഗവാനെ മരണസമയം അടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതാണ്. ആ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയി നിൽക്കുന്ന ഞാൻ കണ്ട ബസ്സിൽ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വായിക്കുന്നത്, എഴുതിയിരുന്നത് ഗുരുവായൂർ ബസ്സായിരുന്നു. പക്ഷെ വൈറ്റിലിൽ നിന്ന് ഗുരുവായൂർ ബസ്സാണ്. പക്ഷെ ഞാനത് വായിച്ചത് എൻ്റെ കണ്ണുകൾ, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വായിക്കുന്നത് വേറെയാണ്. ഞാൻ ആ ബസ്സിൽ കയറി, ഞാൻ സ്ഥലം മാറി ഇറങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു. ദൂരേക്ക് പോകണം, പോയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുള്ള പ്ലാൻ. ആ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഗുരുവായൂർ ക്ഷേത്രമായിരുന്നു. കറക്റ്റ് അവിടെ എത്തിയപ്പോൾ കണ്ടക്ടർ പറഞ്ഞ് ഇറങ്ങിക്കോളാൻ പറഞ്ഞ് ഇറക്കി വിട്ടതാണ് അവിടെ. അപ്പം ഞാൻ ചോദിച്ചത് ഇവിടെ ഇത് ഗുരുവായൂർ അമ്പലമാണ്. ടിക്കറ്റ് എടുക്കുമ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പിലേക്കാണ് എടുത്തത്, ഗുരുവായൂരാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എടുത്തത്. അപ്പോഴും ക്ഷേത്രം എവിടെയാണെന്ന് അറിയില്ല. കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ, ആ ഒരു പ്രായത്തിലുള്ളത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്ന് നിന്നപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഇതാണ് ക്ഷേത്രം എന്നുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞത്, ഞാൻ പറയട്ടെ സാർ, അന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നിത് പറയാൻ ഞാനില്ല. കാരണം ആ നിശ്ചയം ദൃഢമായിട്ടെടുത്തതാണ്. മരിക്കുക എന്നുള്ള നിശ്ചയം ഞാൻ ദൃഢമായിട്ടെടുത്തതാണ്. അത് പിന്നീട് ഞാൻ മനസ്സിലാക്കണു, ഭഗവാൻ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം വരെ നമ്മളെ പരീക്ഷിക്കും. ഏറ്റവും ലാസ്റ്റ് നമ്മൾ തീർന്നു എന്ന് കാണുന്ന അവിടം വരെ ഭഗവാൻ പരീക്ഷിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു വിരൽ കാണിച്ചു തരിക, പിടിച്ചോളാൻ പറഞ്ഞിട്ട്. എൻ്റെ മുമ്പിൽ അന്ന് പ്രത്യക്ഷപ്പെട്ടതെന്ന് ഞാൻ ഇപ്പോഴും ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ വന്നത് ഗുരുവായൂരപ്പനാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ അതൊരിക്കലും ഇന്നത്തെ സമൂഹം ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയില്ല. നമ്മുടെ അനുഭവങ്ങൾ എപ്പോഴും നമ്മുടെ മാത്രം അനുഭവങ്ങളാണ്. അത് പലരും കമന്റ്സ് താഴെ വരും, മോളെ അത് വന്നത് ഗുരുവായൂരപ്പനാണ്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമന്റ്സ് ഒക്കെ കാണും. പക്ഷെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാനത് ഈ ചാനലിലാണ് ഞാൻ പറയുന്നത്. ഇതിൽ വേറൊന്നുണ്ട്, ഇതിൽ കുറെ കോയിൻസിഡൻസ് ഉണ്ട്. ഒന്ന്, വെള്ളിയാഴ്ചയാണ് നമ്മൾ ഇത് എടുക്കുന്നത്. മൂലാധാരത്തിന്റെ ദേവതയെ കുറിച്ചാണ് ചോദിച്ചത്. ഇന്ന് നക്ഷത്രം അത്തമാണ്. ഓക്കെ, നമുക്ക് ഏതായാലും നന്ദി, നമസ്കാരം.